ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പ്രഖ്യാപിക്കുവാൻ ദൈവം ഒരവസരം കൂടെ തന്നു. നമുക്ക് ഒരുമിച്ച് ഈ വചനങ്ങളെ ഷെയർ ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂന്നാം ലോകമഹായുദ്ധം. ഇത് ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുവാനായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നു. ലോകത്തിൻ്റെ സംഭവങ്ങൾ അങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ദൈവവചനത്തിലൂടെ ഞങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഗ്രഹണശക്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അത് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. തിരുനാമത്തെ ഉയർത്തണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ലോകം മുഴുവനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മൂന്നാം ലോകമഹായുദ്ധം ഈ ദിവസങ്ങളിൽ തന്നെ നടക്കും എന്നുള്ളതായ അവ്യൂഹങ്ങൾ ലോകത്തിലെ പല മനുഷ്യർക്കും ഉണ്ടായിരിക്കുന്നു. അതിലെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ ഓർക്കുമ്പോൾ അത് സാധ്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധങ്ങൾ അടുത്തടുത്തുണ്ടാകുവാനിടയായിത്തീർന്നു. ഒന്നാം ലോകമഹായുദ്ധം 1914-ലും രണ്ടാം ലോകമഹായുദ്ധം 1935-ലും ആരംഭിച്ചു. അത് ഒരു ബോംബിങ്ങിലൂടെയാണ് അവസാനിക്കുവാനിടയായിത്തീർന്നത്. ജപ്പാനിൽ അമേരിക്ക ബോംബ് വർഷിച്ചതോടുകൂടെ നാറ്റോകൾ അടിയറ പറയുകയും സഖ്യകക്ഷികൾ ജയിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അവിടെ 2 ലോകമഹായുദ്ധങ്ങളിലും നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത വിഷയമാണ്. 2 ലോകമഹായുദ്ധങ്ങൾക്കും ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ലോകത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുമെന്നും അവർ നിലനിൽക്കണമെന്നും അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവരെ കൂട്ടിച്ചേർക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. ചിന്തിക്കുവാനിടയായി. അതുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധം ഈ നൂറ്റാണ്ടിലുണ്ടാകുമെന്നാണ് പലരുടെയും വിശ്വാസം.
പലരും അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചതായ ഒരു മഹാസംഭവമാണ് യഹൂദന് പാലസ്തീനിൽ കാലുകുത്തുവാനായിട്ട് ഇടമുണ്ടാകുകയും അവിടെ അവർ കുടിയേറി പാർക്കുകയും ചെയ്തു. അവർക്ക് സ്വന്തമായി സ്ഥലം കിട്ടിയില്ല. ബ്രിട്ടൻ അവർക്ക് കുടിയേറി പാർക്കുവാനും അവിടെ വസ്തുക്കൾ വാങ്ങി താമസിക്കുവാനുമുള്ള ഒരു അവകാശം കൊടുക്കുവാനിടയായി. അതോടുകൂടെ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. എങ്കിലും ഇസ്രായേലിന് ഒരു രാജ്യം സ്ഥാപിച്ച് കിട്ടുവാൻ ഇടയായിത്തീർന്നില്ല. പിന്നെ തുടർന്ന് അല്പ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 20 വർഷം പിന്നെയും കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായി. ഹിറ്റ്ലർ മനുഷ്യക്കുരുതി നടത്തി യഹൂദനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പായിച്ചു കളയുകയും അവരെ ഉന്മൂലനം ചെയ്യുവാനിടയായിത്തീർന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. ഒരു മനുഷ്യരെ പോലെ അല്ല ഹിറ്റ്ലർ യഹൂദനോട് പെരുമാറിയത്. അവൻ്റെ അസ്ഥികളെപ്പോലും വീട്ടിൽ കാഴ്ച വസ്തുക്കളാക്കി വിളക്ക് തണ്ടുകളാക്കി മാറ്റുവാനിടയായിത്തീർന്നു. നമ്മൾ ചിന്തിച്ചതുപോലെ ഗ്യാസ് ചാമ്പറുകളിൽ കടത്തിവിട്ട് അവരെ കൊന്നു. അവരെ യഹൂദനെ അടിമകളായിട്ട് പോലും വാങ്ങുവാൻ ആളില്ലാതിരുന്നു. അത്രയ്ക്കും ഹീനമായി യഹൂദനോട് ഹിറ്റ്ലർ പെരുമാറി. എന്നാൽ ഹിറ്റ്ലറും ഭാര്യമാരും നശിച്ചപ്പോൾ യഹൂദൻ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതായ പ്രഥമവും പ്രധാനവുമായ കാര്യം. അപ്പോൾ ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്ത് യഹൂദന് സ്വന്തമായ രാജ്യമുണ്ടായി ലോകത്തിലെ ഒരു അത്ഭുതമാക്കി വച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ എനിക്ക് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. 2023 ഒക്ടോബർ മാസത്തിൽ ഹമാസ് നടത്തിയതായ കൂട്ടക്കുരുതിയിൽ യഹൂദൻ ഉണരുവാനിടയായി. അങ്ങനെ യഹൂദൻ ചുറ്റുമുള്ള ഗാസയും സിറിയയുടെ ചില ഭാഗങ്ങളുമൊക്കെ പിടിച്ചെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇപ്പോൾ അവർ ഒരു വിശാല ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടെ അതിന് ആക്കം കൂടുകയും ചെയ്തു. ട്രംപ് ഒരു വിശാല ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനാണ്. വിശാല രാജ്യം എന്ന് പറയുമ്പോൾ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത അതേ സ്ഥലം, അത്രയും സ്ഥലം അതാണ് പറയപ്പെടുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്.
അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത അത്രയും സ്ഥലം അവർക്ക് ലഭിക്കണം. ആ രീതിയിലാണ്. അതുപോലെ 1976 നടന്ന യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കിട്ടണം. ഈ വിഷയങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഹൂതികളും മറ്റുമൊക്കെ അതിനെതിരെ പൊരുതുന്നത് നമ്മൾ അറിയുന്നു. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യഹൂദനെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകമഹായുദ്ധങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ബൈബിൾ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. യേശു രണ്ടാമതും വരും, നിശ്ചയമായും വരും. അതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, ഒന്നാമത് സകല മനുഷ്യരും ഈ വചനം കേൾക്കും. സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തപ്പെടും. ഇതാണ് ഒരു പ്രധാന കാര്യം. ദൈവവചനം എല്ലായിടവും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരുമെന്നാണ് യേശു പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിട്ടും സുവിശേഷം എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല. അത് വളരെ താമസം വിനാ തന്നെ ലോകം മുഴുവനും പ്രചരിക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഒരു ലോകമഹായുദ്ധം ഉണ്ടായാലുള്ള സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോകത്തെ മനുഷ്യൻ തന്നെ നശിപ്പിച്ച് കളയും. ലോകത്തെ 1000 പ്രാവശ്യം നശിപ്പിക്കാനുള്ള ഹൈഡ്രജൻ ബോംബ്, ഹീലിയം ബോംബ്, ജൈവായുധങ്ങൾ, ഇനി നമുക്ക് അറിയാൻ പാടില്ലാത്ത എത്രയോ ആയുധങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിറച്ചു വച്ചിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളും. ഇതൊക്കെ എടുത്ത് പ്രയോഗിച്ചാൽ പിന്നെ ഇവിടെ മനുഷ്യനുണ്ടാകാൻ സാധ്യത ഇല്ലാത്ത കാര്യമാണ്. അതിപ്പോഴല്ല സംഭവിക്കേണ്ടത്. ഇപ്പോൾ സംഭവിക്കേണ്ടതായ കാര്യം യേശു വീണ്ടും രണ്ടാമതും വരും എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ലോകം മുഴുവനും നശിപ്പിക്കപ്പെടുകയില്ല. യേശുവിൻ്റെ വരവിങ്കൽ കർത്താവിൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരികയും പിന്നെ 7.5 കൊല്ലം ഇവിടെ മഹാപീഡ നടക്കുകയും പിന്നെ 1000 വർഷത്തെ കർത്താവിൻ്റെ ഭരണവും ഈ ലോകത്തെ ഭരിക്കുന്നതും, അത് കഴിഞ്ഞാലാണ് ന്യായവിധി ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വന്നതിന് ശേഷം, രണ്ടാമതും വന്നതിന് ശേഷം 1007 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയുടെ നാശവും ഈ കർത്താവ് തന്നെ ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കുവാൻ ഇതിനെ ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ ഇനി അതിനപ്പുറത്ത് ഒരു മനുഷ്യർക്കും ഒന്നും ചെയ്യുവാനും പറയുവാനുമില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. ഈ 7 കൊല്ലം എന്ന് പറയുന്ന സംഖ്യയെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് 3.5 വർഷം
ഏക ഭരണാധികാരിയുടെ കീഴിലായിരിക്കും. ഈ ലോകത്തെ ഒരു ഭരണാധികാരി ഭരിക്കപ്പെടും. പിന്നെ 3.5 വർഷം ഏതൊക്കെ ഭരണാധികാരി തന്നെ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലമാണ്. അന്നാണ് മഹാപീഡകളും ഇന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ, പ്രസംഗിച്ച് കേൾക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളിതൊരു അമേരിക്കയിലൊരു ചെറിയ തീ പിടുത്തം ഉണ്ടായപ്പോൾ അതൊരു കർത്താവിൻ്റെ വരവാണ്, ഇത് ഒരവസാനമാണ് എന്ന് പറയും. ഒരു ഭൂകമ്പം എവിടെയെങ്കിലും ഉണ്ടായാൽ പറയും ഇത് അവസാനമാണ് എന്ന് ലോകാവസാനമാണ് എന്ന് പറയും. ഇനി എന്തെങ്കിലും സംഭവങ്ങൾ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ പറയും ഇത് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന്. നമ്മളങ്ങനെയല്ലെന്ന് മനസ്സിലാക്കണം. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കാനായിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് യെരുശലേം ദേവാലയം പണിയപ്പെടണം. ലോകം മുഴുവനും സുവിശേഷം ഈ 2 കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ടുള്ളത്. യെരുശലേം ദേവാലയം പൂർവ്വസ്ഥാനത്ത് പണിയപ്പെടണം. അതിനുള്ള ആക്കങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് സുവിശേഷം ലോകം മുഴുവനും ഒരാൾ പോലും സുവിശേഷം കേൾക്കാതിരിക്കാൻ പാടില്ല. അതാണ് ക്രിസ്തുവിൻ്റെ നിയമം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതാണ്. ഇപ്പോൾ 1000 ആണ്ട് കർത്താവിടെ വാഴുമ്പോൾ സാത്താനെ പിടിച്ചു കെട്ടി നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ പഴയ പാമ്പായ സാത്താനെ പിടിച്ചു കെട്ടി 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് സൂക്ഷിക്കുകയും കർത്താവിൻ്റെ ഭരണയുടെ വളരെ ശാന്തമായും സൗമ്യമായും നടക്കും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെ 1000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ വന്നു നിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഒന്നാമത്തെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ സകല മാനവരും ഉയർക്കപ്പെടും. ദുഷ്ടന്മാരായാലും ശിഷ്ടന്മാരായാലും ആരായാലും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അവർക്ക് ന്യായവിധിയാണ്. അതിനെക്കുറിച്ചൊരു ഉദാഹരണം യേശു പറഞ്ഞത്, ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്ന സമയം അപ്പോഴാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത്. ഇത് ദൈവമില്ല എന്ന് പറയുന്നവർക്ക് ഒരു പരിഹാസ്യമായി തോന്നാമായിരിക്കാമെങ്കിലും ദൈവവചനം സത്യമായി നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി. വാക്കുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുവാണ്ടേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെ അഗ്നി ഉണ്ടാകട്ടെ എന്ന് പറയും, അതങ്ങനെ സംഭവിക്കും. ഇതുവരെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ ലോകത്തിലെ ഒരുപാട് സംഭവങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഭാഗത്തത് പറയാം.
ഇവിടെ ഞാൻ പറഞ്ഞു 7 വർഷത്തിന് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ 3.5 വർഷമൊക്കെ കഴിയുമ്പോൾ 2 സാക്ഷികൾ ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. അവർ വരണം. അപ്പോൾ യേശു വന്ന് 1007 വർഷം കഴിഞ്ഞതിന് ശേഷമേ ഈ ഭൂമി നശിക്കുകയുള്ളൂ എന്ന് ഞാൻ ദൈവവചനത്തിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, എതിർക്കുന്നവർക്ക് എതിർക്കാം. പല അഭിപ്രായങ്ങൾ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പറയുന്നു എന്നുള്ളത് കൊണ്ട് എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാം. അത് ദൈവത്തിൽ നിന്ന് അവരവർ പ്രാപിക്കുന്നത് പോലെ ആയിരിക്കാം അത് ഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ഭരണം 1000 വർഷം ഇവിടെ നടക്കും. അന്ന് മൃഗങ്ങളും മനുഷ്യരും എല്ലാം സൗമ്യരായിരിക്കും. ക്രൂരത, മോഷണം, അന്നാണ് ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ യഥാർത്ഥ മഹാബലിയുടെ ഭരണം. കള്ളവും ചതിയും ഒന്നും ഈ 1000 വർഷത്തൂടെ ഉണ്ടാകുകയില്ല. കാരണം സാത്താനെ പിടിച്ച് ബന്ധിച്ച് അവനെ ചങ്ങലയിട്ട് അവൻ അനങ്ങുവാൻ കഴിയാതെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തിന്മകൾക്കും കാരണക്കാരൻ പിശാചാണ്, സാത്താനാണ്. ഇപ്പോൾ നമ്മൾ ചില മതങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ദൈവങ്ങൾ തന്നെ തമ്മിലടിക്കുന്നതും ഈ മത്സ്യപുരാണത്തിലും ശിവപുരാണത്തിലുമൊക്കെ നോക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നു. ഒരു ദൈവം മറ്റൊരു ദൈവത്തിൻ്റെ തലയെ വെട്ടുന്നു, ഒരു ദൈവം മറ്റൊരു ദൈവത്തിൻ്റെ ഭാര്യയെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഇതൊന്നും അന്ന് നടക്കില്ല, 1000 വർഷത്തിൽ നടക്കില്ല. കാരണം ഈ സാത്താൻ എന്ന് പറയുന്ന ദുഷ്ടശക്തിയെ ബന്ധിച്ച് ചങ്ങലയിട്ട് സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്നു. അന്ന് മുദ്രയേൽക്കുന്നവരും മുദ്രയേൽക്കാത്തവരും 2 മുദ്രയുണ്ട്. ദൈവത്തിൻ്റെ മുദ്ര ലഭിച്ചിരിക്കുന്നവരും സാത്താൻ്റെ മുദ്ര ലഭിച്ചിരിക്കുന്നവരും, ഇങ്ങനെ 2 പേർക്കും മുദ്രകൾ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ സാത്താൻ്റെ ആളുകളെയും ദൈവത്തിൻ്റെ ആളുകളെയും അന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും ഈ 7 വർഷത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇന്ന് കാണുന്ന ചില സംഭവങ്ങൾ കൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധങ്ങൾ നടക്കുന്നത് കൊണ്ടോ യേശു ഈ ഭൂമി നശിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇത് അവിടെ ഉണ്ടാകും. ഇത് കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെയായ ഭൂകമ്പങ്ങളുണ്ടാകും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഒരു സഹോദരി ഒരു ദിവസം ചെന്നങ്ങ് പ്രസവിക്കുകയല്ല. അവൾക്ക് പ്രസവ വേദന വരുമ്പോൾ അവൾ കുറേ കഷ്ടതകൾ അനുഭവിക്കും. ഈ ഭൂമിയും അങ്ങനെ തന്നെ. ആ കഷ്ടതകൾ സഹോദരിമാരോട് ചോദിച്ചാലേ അറിയാനൊക്കെ ഉള്ളൂ. എനിക്കിപ്പോൾ അറിയാനും പറയാനും കഴിയില്ല. അവർക്ക് പ്രസവത്തിനുള്ള സമയമാകുമ്പോൾ ഒരുപാട് വേദനകളും ഭാരങ്ങളും, കർത്താവ് സ്ത്രീയോട് പറഞ്ഞതുപോലെ നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഈ വേദനകളെല്ലാം അവൾ അനുഭവിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഇതിനെയാണ് ഈറ്റുനോവ് എന്ന് പറയുന്നത്.
ഈ ഭൂമിക്കും ഒരു ഈറ്റുനോവുണ്ട്. അതാണ് ഈ ഇന്ന് കാണുന്നതായ സംഭവങ്ങൾ. ഇത് റഷ്യയും യുക്രൈനും തമ്മിൽ അടിക്കുന്നു, ഇസ്രായേലും ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്നു. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ലോകശക്തികൾ തമ്മിലാണ് യുദ്ധമായിരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഇറാഖും ഇറാനും തമ്മിൽ 13 വർഷമാണ് അവർ ജാതിയോടും, ഒരേ ജാതിക്കാരാണ്, സുന്നികളും സിയാകളും, അവർ മുസ്ലിങ്ങളുമാണ്, എങ്കിലും അവർ തമ്മിലടിച്ചു. അതാണ് ജാതിയോട്, രാജ്യത്തോട്, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, അടുത്ത പ്രസവം നടക്കും. യേശു ഈ ലോകത്തിലേക്ക് വീണ്ടും വരും എന്നുള്ളതിന് നാന്ദിയായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ട്രംപ് വന്നു, അമേരിക്കയിലും എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. റഷ്യയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ചൈനയാണ് ഇപ്പോൾ മുന്നിട്ട ശക്തിയായി നിൽക്കുന്ന. ഇന്ത്യയും പുറകിലല്ല. ഇന്ത്യക്കും വലിയ ശക്തമായ നിശീകരണങ്ങളേ ഉള്ളൂ. സൃഷ്ടിപരമായ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു മറ്റൊരു രാജ്യത്തിന് വേണ്ടി, ഇതെല്ലാം മനുഷ്യരല്ലേ കൊന്നൊടുക്കുന്നതും. പ്രിയ സഹോദരങ്ങളെ, എല്ലാം മനുഷ്യരെയാണ് കൊന്നൊടുക്കുന്നത്. ചൈനക്കാരൻ്റെ രക്തവും ഇന്ത്യക്കാരൻ്റെ രക്തവും തമ്മിൽ എന്താണ് വ്യത്യാസം? യുദ്ധം വരുമ്പോൾ ഇവർ രണ്ടുപേരും ഈ പടക്കോപ്പുകളുണ്ടാക്കി. വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേൾക്കുക. ഇത്രയും ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന പൈസയുടെ 4/1 10/1 ഉണ്ടെങ്കിൽ ഈ ലോകം സുഭിക്ഷമായിട്ട് ജീവിക്കുമായിരുന്നു. ഇത് പൊട്ടാസ് അടിച്ച് തീർക്കുന്നത് പോലെയാണ് കോടിക്കണക്കിന് വിലയുള്ള വിമാനങ്ങളും പിന്നെ ഇപ്പോൾ ഡ്രോണുകളും എന്തെല്ലാമോ യുദ്ധ ഉപകരണങ്ങൾ തീയാൽ നശിച്ചു പോകുന്നത്. എങ്കിലും മനുഷ്യൻ അടങ്ങുന്നില്ല. ഇംഗ്ലണ്ടിൽ അവിടെ ബഹളം, കാനഡയിൽ അവിടെ ബഹളം. ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ വരവാണിത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കൽക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അല്പം കൂടെ ദൈവവചനം ചിന്തിച്ചു നോക്കിയാൽ ഇതൊന്നുമല്ല കാര്യം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം തന്നെയാണ്. അല്ലെങ്കിൽ ഈറ്റുനോവിൻ്റെ സമയത്ത് അതിലെ പ്രധാനമായ ഒരു കാര്യം കർത്താവ് പറഞ്ഞത്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അവ തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ അത്തി തളിർത്തു. അത്തി എന്ന് പറയുന്നത് യഹൂദനാണ്, യഹൂദിൻ്റെ ചിഹ്നമാണ് അത്തി. അത്തി തളിർത്തു, വേര് ഊന്നി. ഇന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ കിടപിടിക്കത്തക്ക ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു. ഏറ്റവും ശക്തമായ രാജ്യങ്ങൾക്ക് കിടപിടിക്കത്തക്ക ഒരു രാജ്യമായി തീർന്നു. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ ഉണ്ടാകുകയില്ലെന്ന് ഞാൻ ദൈവവചനം പഠിച്ചതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ തെറ്റിപ്പോകരുത് എന്നുള്ളതാണ്. ചിലപ്പോൾ എന്നെയും ഒരു കള്ളപ്രവാചകൻ എന്ന് വിളിച്ചെന്നിരിക്കും.
എന്നാൽ ദൈവവചനം പഠിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇനി നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമല്ല. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. യേശുക്രിസ്തു വീണ്ടും വരാറായി. യേശു വരിക തന്നെ ചെയ്യും. ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദൈവം നടത്തും. ദുഷ്ടത ചെയ്യുന്നവന് അതിൻ്റെതായ ശിക്ഷയും, നീതി ചെയ്യുന്നവൻ അതിൻ്റെതായ അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമാറാകട്ടെ. നമുക്കൊരുങ്ങാം. വ്യഭിചാരത്തിൽ നിന്നും മദ്യപാനം മുതലായ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തർക്കും കൃപ തരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, വീണ്ടും ഞങ്ങൾ അപ്പൻ്റെ പാദപീഠത്തെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ ഞങ്ങൾ അടുത്തുകൊള്ളപ്പെടുവാൻ ഒരുങ്ങിയിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ ഒരേ ഒരാഗ്രഹം, ചിന്ത, ഞാനും എടുത്തുകൊള്ളപ്പെടുമോ അതോ ഞാൻ തിരസ്കരിക്കപ്പെടുമോ? ഇവിടെ പലതും സംഭവിച്ചെന്നിരിക്കും. എന്നാൽ ആ കർത്താവിനെതിരേൽപ്പാൻ ഒരുങ്ങിയിരിപ്പാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. വിഗ്രഹാരാധികൾ, അരക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദ്രവ്യാഗ്രഹികൾ, ഭോഷ്ക് പറയുന്നവർ, അതിലിഷ്ടപ്പെടുന്നവരാരും ദൈവരാജ്യത്തിൽ പോകാതിരിക്കുമ്പോൾ ഞങ്ങളതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിനെ സേവിപ്പാൻ കൃപ ചെയ്യണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.